ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പാടശേഖരത്തിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ 7-ന് പുലർച്ചെയാണ് പാണവള്ളി സ്വദേശി ഡോണ ജോജി പെൺകുഞ്ഞിനെ പ്രസവിച്ചത്. തകഴി വിരുപ്പാല സ്വദേശി തോമസ് ജോസഫിൽ നിന്നാണ് ഇവർ ഗർഭം ധരിച്ചത്. പ്രസവത്തിൽ കുഞ്ഞിന്റെ കരച്ചിൽ മറ്റാരും കേട്ടിരുന്നില്ല. പൊക്കിൾക്കൊടി മുറിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഡോണ തന്നെയാണ് നടത്തിയത്. എന്നാൽ ഇവർ കുഞ്ഞിന് മുലപ്പാൽ നൽകിയില്ല. സൺഷെയ്ഡിലും കോണിപ്പടിക്കും താഴെയും ഒളിപ്പിച്ചു വെച്ച കുഞ്ഞിനെ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് കാമുകന്റെ കയ്യിൽ കൊടുത്തുവിട്ടതും ഡോണയായിരുന്നു. കുഞ്ഞിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ജനിക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞതായി ഡോണ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ കൈമാറുമ്പോൾ ജീവനില്ലായിരുന്നുവെന്നാണ് തോമസിന്റെ മൊഴി. ഇരുവരുടെയും മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രണയിതാക്കളായിരുന്ന ഇവരുടെ വിവാഹം തീരുമാനിച്ചിരുന്നു. ഇതിനിടെ ഗർഭിണിയാണെന്ന വിവരം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത്. ഗർഭം അലസിപ്പിക്കാനും ഇവർ നേരത്തെ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇത് ഫലം കണ്ടില്ലെന്ന് പിന്നീടാണ് ഡോണയ്ക്ക് മനസ്സിലായത്. യുവതിയുടെ വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ കൊണ്ടുപോയാണ് കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തത്. ഇതിന് പിന്നാലെ ഗൂഢാലോചന പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തോമസിന്റെയും സുഹൃത്തിന്റെയും യുവതിയുടെയും ഫോൺ രേഖകളടക്കം പരിശോധിച്ചാകും പോലീസ് കൂടുതൽ നിഗമനങ്ങളിലെത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.